നമ്മളൊരു സ്റ്റുഡിയോയിൽ ഒക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളൊരു യൂട്യൂബ് ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ നോക്കുക. അല്ലാതെ നമ്മൾ നാളെ ഇടാം മറ്റന്നാൾ ഇടാമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യവും നടക്കത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ റാണ്ടമായിട്ട് ഇട്ടുകൊണ്ട് വന്നാൽ നമുക്ക് ആ ഒരു ട്രാക്ക് കിട്ടും. കാരണം വ്ളോഗ് എടുക്കുക എന്ന് പറയുന്നത് അത്രയും ഒരു, ഞാൻ എൻ്റെ പേഴ്സണൽ ഇത് പറയുന്നത് അത്രയും ഒരു ഈസിയുള്ള കാര്യമാണ്. നമുക്ക് ഇപ്പം എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എടുത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ ട്രാക്കിൽ എത്തുകയുള്ളൂ. അല്ല നല്ലൊരു വ്ളോഗ് എപ്പോഴേലും എടുക്കാമെന്നും പറയുന്നത് ഒന്നും നടക്കത്തില്ല. സോ ഞാനപ്പോൾ ഓർത്തിനും കണ്ടിന്യൂസ് വ്ളോഗ് ഇടാം, എവിടെയെങ്കിലുമൊക്കെ പോകാൻ നേരത്തൊക്കെ. ചിലപ്പോൾ നന്നായിട്ട് വരും, കുറച്ച് പേര് കണ്ടാലും കുഴപ്പമില്ല. പിന്നെ ആൾക്കാരിലോട്ട് എത്തുമെന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയാണല്ലോ എല്ലാവരും. അപ്പം ഞാൻ ഈ ഇടക്ക് മറ്റേ സ്റ്റാർട്ടേഴ്സ് കുറച്ച് പേര് ഇപ്പോൾ കുറച്ച് ഫേമസ് ആയിട്ട് ഇരിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഷോർട്സ് കണ്ടു. അവരും ഇതുപോലെയൊക്കെ തന്നെ ഫസ്റ്റ് ഇട്ടേക്കുന്ന വീഡിയോസൊക്കെ കാണണം. അപ്പം ഞാൻ ഓർത്തു എല്ലാവരും ഇങ്ങനെ തന്നെയാണ് തുടങ്ങുന്നത്. അല്ലാതെ ആദ്യമേ തന്നെ വലിയ ഹൈടെക് ക്യാമറയിൽ ഫോണിലൊക്കെ വീഡിയോ എടുത്തൊന്നും അല്ല ആരും തുടങ്ങുന്നത്. അപ്പം നിങ്ങളൊരു ബിഗിനറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇട്ടോ അങ്ങോട്ട്, നമുക്ക് തോന്നുന്ന രീതിക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള വീഡിയോസ് ഇട്ടോ. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ക്യാമറ ക്വാളിറ്റിയോ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ കുറച്ച് കഴിവുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. സോ പിന്നീട് നമ്മൾ ആ ഒരു ട്രാക്കിലോട്ട് അങ്ങ് എത്തിക്കോളും. അപ്പം ഞങ്ങൾ ഇന്ന് ചുമ്മാ എപ്പോഴും ഇറങ്ങുന്ന പോലെ പുറത്തോട്ട് ഇറങ്ങിയത് കണ്ടിട്ട് സ്റ്റുഡിയോയിൽ വന്നതാണ് കേട്ടോ. സ്റ്റുഡിയോയിൽ അവരകത്തുനിന്ന് ഫോട്ടോ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അധികം സൗണ്ടൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കാൻ ഓർത്തു. അപ്പം ഞാനും ഓർത്തു ഇങ്ങനെ വീഡിയോസ് ഇടും. ഞാൻ എപ്പോഴും എല്ലാവരുടെയും വീഡിയോസ് ഇങ്ങനെ കാണുക. കണ്ട് നമുക്ക് ആ ഒരു ട്രാക്ക് കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ സീനില്ല. ഇട്ടിട്ട് വരാൻ നേരത്ത് പിന്നെ നമ്മൾ ഓക്കെ ആവും. അപ്പം അങ്ങനെ ഞങ്ങളിനി ഇവിടുന്ന് ഓട്ടോയിൽ കയറി ടൗണിലോട്ട് പോയിട്ട് അവിടെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറുതായിട്ടുള്ള ഷോർട്സ് ഒക്കെ കാണിക്കുക. ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലിരുന്ന് സംസാരിക്കാൻ നേരത്ത് കുറച്ച് ഇതാകും നമുക്ക്. എന്നുവെച്ചാൽ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് മാറി മാറി വരണം. അപ്പോൾ അവിടുത്തെ നിന്ന് ഷോർട്സൊക്കെ പറ്റുന്ന പോലെ ഇത്രയും ലോങ് ആയിട്ട് സംസാരിക്കാനുള്ളൊരു കപ്പാസിറ്റിയിലോട്ട് ഞാൻ വന്നിട്ടില്ല. അപ്പോൾ അവിടെ എത്താൻ നേരത്തുള്ള കുഞ്ഞു ഷോർട്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. അപ്പോൾ അത്രേ ഉള്ളൂ. അവിടെ എത്തിയിട്ട് കാണാം. എല്ലാ സ്ഥലത്ത് നിന്ന് വീഡിയോസ് എടുക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരുമാതിരി സൂര്യൻ ഉദിച്ച് നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മുടെ മുഖവും അതും ഇതൊക്കെ. ചില സമയത്ത് ഇരിക്കുമ്പോൾ ഡള്ളായിട്ട്, ഇപ്പം ഡള്ളായിട്ട് അങ്ങ് ഇരിക്കുക. നമ്മുടെ ക്യാമറയുടെ പ്രവർത്തനത്തിൻ്റെ കുഴപ്പമാണ്. നമ്മൾ ഫോട്ടോ എടുക്കാവുന്ന സ്റ്റുഡിയോ ഇതൊരു വീട് പോലത്തെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. മഴ പെയ്തിട്ട് വെള്ളം എല്ലാം അവിടെ കിടക്കുവാണേ. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞാണ് സമയം 3 മണി. നല്ല ഞാനതിൻ്റെ ഒരു ബാക്ക് വ്യൂ കാണിച്ചു ഈ റെസ്റ്റോറൻറ്റിൻ്റെ കേട്ടോ. കണ്ട നല്ലൊരു ബ്ലൂ യെല്ലോ ഷെയ്ഡിലൊക്കെ കൊള്ളാം. പിന്നെ ഉള്ളിലോട്ട് നമുക്ക് ഇനി ദിവസം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവിടെ ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ പതുക്കെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് വെജ് ഫ്രൈഡ് റൈസ് ആണ്, പിന്നെ ഒരു മാംഗോ ഷേക്കും. ഇവർ ഓർഡർ ചെയ്തത് നോർമൽ ഷാർജ ഷേക്കും പിന്നെ ഒരു മിക്സഡ് ഫ്രൈഡ് റൈസും. മുടിയോ നല്ലൊരു സ്റ്റുഡിയോ ആണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാവേ. കൊള്ളാം ചേട്ടാ. ആ ഫോട്ടോ കാണിച്ചേ, തിരിച്ചു പിടിക്കൂ. സമയം കഴിഞ്ഞു പോയത് നമുക്ക് മീൽസ് ഇല്ല. അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മീൽസേ കഴിക്കത്തുള്ളൂ. എവിടെ പോയാലും എനിക്ക് കഴിക്കാൻ ഇഷ്ടം മീൽസാണ് ഗൈസ്. എപ്പോൾ പോയാലും എല്ലാം എനിക്ക് നാളെ ഇപ്പം ചെയ്തോ പോകാനുള്ളതാണ്. ഞാൻ നമ്മൾ എവിടെ ഓർഡർ ചെയ്താലും നമുക്ക് ആദ്യമേ മധുരം ഇട്ടായിരിക്കും കൊണ്ട് തരുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞാലും അവരത് ശ്രദ്ധിക്കത്തില്ല. ഞാൻ കുടിച്ചു നോക്കട്ടെ ഗൈസ്. മിക്സഡ് ഫ്രൈഡ് റൈസ്, ഇത് വെജ്. സോസൊക്കെ ഒഴിച്ചാൽ തോന്നിയ ചുമ്മാ ഒരിക്കലും പേര് നടക്കും. ഇത് മാംഗോ ഷേക്ക് ആണ്. ഇത് കഴിച്ചിട്ട് കാണാം ഗൈസ്. ബൈ. ഇതുള്ളൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ പോകാൻ ഇതുപോലെ എടുത്തെടുത്ത് പഠിക്കാം. അല്ലാതെ പെർഫെക്ഷൻ ഒന്നും കാണുന്നില്ല വീഡിയോയ്ക്ക്. സോ നന്നായിട്ട് എടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചാണല്ലോ ഇവിടെ ഓക്കെ ആവുന്നത്. ഫോട്ടോയുടെ സൗണ്ട് കൊണ്ട് അധികം ഒന്നും കേൾക്കാൻ ചാൻസില്ല.
അപ്പൊ അത്രേ ഉള്ളൂ. ബൈ ബൈ. ബൈ ബൈ.